ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെ ഇവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കും വിധകൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത് കാനഡയിൽ നിന്നും അനുഗ്രഹിക്കപ്പെട്ട ഒരു ബ്രദറാണ്. തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് 26-ാം തീയതി തൻ്റെ വൈഫിൻ്റെ പേരിലുള്ള കോടതി കേസ് പൂർണ്ണമായും പരിഹരിക്കപ്പെടേണ്ടതിനായിട്ടും അത്ഭുതകരമായൊരു വിജയം നൽകേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ ഇവരെ ആ ദേശത്തിൽ ദൈവം മാനിക്കേണ്ടതിനായിട്ടും ഇവരുടെ സ്ഥാപനത്തെ ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ മകൾക്ക് വീടിനടുത്തേക്ക് അഡ്മിഷൻ കിട്ടേണ്ടതിനായിട്ടും പ്രാർത്ഥന വിഷയം ചോദിക്കുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് എത്ര പേർ പ്രാർത്ഥിക്കും? ഞാൻ വിശ്വസിക്കുന്നത് ഇതൊരു അത്ഭുത സമയമാണ്. അതേപോലെ നാട്ടിലെ പ്രോപ്പർട്ടി കൂടെ വേഗത്തിൽ വിറ്റുപോകുന്നതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകൊണ്ട് നടക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അസാധാരണമായൊരു വിടുതൽ, വലിയൊരു ദൈവപ്രവൃത്തി ഇവരുടെ മേളിൽ സംഭവിക്കണമേ അപ്പ. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുകയാണ്. തമ്പുരാനെ, ഇവർക്ക് വേണ്ടി അത്ഭുതം അങ്ങ് ചെയ്യാൻ പോകുന്നതിനായി മമ്മി, ഇവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ നീതി അങ്ങ് വെളിപ്പെടുത്തുകയാണ്. ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇവർക്ക് വേണ്ടി 26-ാം തീയതി അസാധാരണ വിടുതൽ അയക്കുകയാണ്. ഇപ്പോൾ തന്നെ ദൂതനെ അയച്ച് വഴി തുറക്കുന്ന ദൈവം ഇവർക്ക് വേണ്ടി ആ വിടുതൽ അയച്ചു കഴിഞ്ഞു. തമ്പുരാനെ ഇവരെ ഫ്രീ ആക്കി. ദൈവത്തിൻ്റെ കരുണ ഇവർക്ക് വേണ്ടി വെളിപ്പെട്ടു. ഇവരുടെ സ്ഥാപനത്തിൽ വലിയ വിടുതൽ സംഭവിക്കാൻ പോകുന്നു. മകൾക്ക് വേണ്ടി അഡ്മിഷൻ്റെ വാതിൽ തുറക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. അതേപോലെ തന്നെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നാട്ടിലെ വസ്തുവിൻ്റെ മേളിൽ ദൈവപ്രവൃത്തി നടക്കുകയാണ്. ദൈവത്തിൻ്റെ കരം വെളിപ്പെടുകയാണ്. ഇവരുടെ സാമ്പത്തിക വിഷയത്തിനകത്ത് മുഴുവൻ അസാധാരണ ദൈവപ്രവൃത്തി ഇപ്പോൾ മുതൽ അത് ചലിച്ചു തുടങ്ങി. ദൈവം ഇവരെ ഉയർത്തുന്നു, ഇവരെ മാനിക്കുകയാണ്. തമ്പുരാൻ്റെ കരം വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതൊരു അത്ഭുതമാക്കണമേ. കർത്താവ് അത് ചെയ്തതിനായി നന്ദി. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഈ മിനിറ്റിൽ തിരിച്ചറിയേണ്ടത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയിലാണ് നിങ്ങൾ ഈ എപ്പിസോഡ് ശ്രദ്ധിക്കുന്നത്. ആയതിനാൽ നിങ്ങൾ ചാനൽ മാറ്റാതെ വിശ്വാസത്തോടെ, കർത്താവ് എന്നെ കണ്ടിരിക്കുകയാണ്, കർത്താവ് എനിക്ക് വേണ്ടി എന്തോ വലിയ കാര്യം ചെയ്യാൻ പോകുന്നു എന്നുള്ള വലിയ വിശ്വാസത്തോടെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും വഴിയടഞ്ഞാണ് ഈ വചനം കേൾക്കുന്നതെങ്കിൽ 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് പോകാനുള്ള വഴി വ്യക്തമാണെങ്കിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യത്തില്ല, നമ്മൾ ഭാരപ്പെടത്തില്ല. കാരണം നമുക്കറിയാം മുമ്പോട്ടുള്ള വഴി വ്യക്തതയുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില അടഞ്ഞ വഴികൾ തുറന്നു വരാൻ പോവുകയാണ്. കാരണം ഈ വചനത്തിനകത്ത് വിശ്വസിക്കുന്നവനെ ആവർത്തന പുസ്തകം പറയുന്നു, വാലല്ല നിന്നെ തല തന്നെയാക്കി തീർക്കും. ദേശത്തിൽ നീ സകല ജാതികൾക്കും മേളിൽ ഉന്നതി പ്രാപിക്കും എന്നുള്ളതാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അകത്ത് വചനം കയറുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ അകത്തുണ്ട് എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. പ്രിയരെ, പാറയെ തകർക്കുന്ന ചുറ്റികലായി ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എഫേസ്യ ലേഖനത്തിനകത്ത് പറയുന്നു, സർവായുധ വർഗം എടുക്കുക. ഈ സർവായുധ വർഗത്തിനകത്ത് വിശ്വാസം എന്ന പരിചയം, വചനം എന്ന വാളുമാണ് ആക്റ്റീവായി നിൽക്കുന്നത് അല്ലെങ്കിൽ ചലിക്കുന്നത്. വിശ്വാസം എന്ന പരിച നിങ്ങളുടെ മേളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ശത്രുവിൻ്റെ വിരോധങ്ങളെ അല്ലെങ്കിൽ തീയമ്പുകളെ തടുക്കുവാൻ കഴിയും. അതേപോലെ വചനം എന്ന വാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന തടസ്സങ്ങളെ വെട്ടി നീക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയും. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും പ്രാർത്ഥനയോടെ, കർത്താവെ, എൻ്റെ ജീവിതത്തിനകത്ത് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ തടസ്സങ്ങൾ മാറുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കുകയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. എത്ര പേർ എൻ്റെ കൂടെ ചേർന്ന് പറയും, ഇതൊരു സൗഖ്യത്തിൻ്റെ സമയമാണ്. ഇത് എനിക്ക് വേണ്ടി എൻ്റെ കുഴിയിൽ നിന്ന് ഈ വചനം എന്നെ കരകയറ്റാൻ പോവുകയാണ്. ഈ വചനത്തിൻ്റെ ശക്തി എൻ്റെ മുന്നിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്നതിനോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇപ്പോൾ നല്ലൊരു ഇരിപ്പിടം ഉറപ്പാക്കണം. കാരണം ഇന്നത്തെ വചനം നഷ്ടപ്പെട്ടതിനെ മടക്കി തരാൻ പോവുകയാണ്. അങ്ങനെ എത്ര പേർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നതിനോട് ഞാൻ ഇങ്ങനെ തന്നെ വിളിച്ചു പറയും, വിവിധ മേഖലകളിൽ നിങ്ങൾ നഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാം. പൈശാചിക ശക്തികൾ നിങ്ങളുടെ നന്മകളെ നഷ്ടമാക്കിയിട്ടുണ്ടാകാം. മനുഷ്യൻ കളിപ്പിക്കുന്ന
വിളിക്കപ്പെട്ടിട്ട് നന്മകൾ നഷ്ടമായിട്ടുണ്ടാകാം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് ഒത്തിരി നന്മകൾ നഷ്ടമായവർ എന്നെ കേൾക്കുന്നുണ്ടാകാം. നിങ്ങൾ വിശ്വസിക്കാമോ? ഇന്നത്തെ ഈ വചന സന്ദേശം നിങ്ങൾക്ക് സകലതും മടക്കി തരുമെന്നും ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്നും ഒക്കെ ഉള്ളത് നിങ്ങൾ കേൾക്കാൻ പോവുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർ ഓരോരുത്തരും പ്രാർത്ഥനയോടെ വചനത്തിലേക്ക് കടന്നു വരണമെന്ന് ഓർപ്പിക്കുകയാണ്. യോവേൽ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യത്തിലേക്ക്, ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. പ്രിയരെ, വചനത്തെ ഒന്ന് ആഴമായി ശ്രദ്ധിച്ചു നോക്കിയേ. കർത്താവ് നമ്മോട് പറയാണ്, ഞാൻ നിങ്ങളുടെ നടുവിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്ന സംവത്സരങ്ങൾക്ക് പകരം നൽകും എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ ഏത് മേഖലയിലാണോ നഷ്ടം അനുഭവിച്ചത് അതിൻ്റെ പകുതി തരാമെന്നല്ല, കുറച്ച് തരാമെന്നല്ല. എൻ്റെ കർത്താവ് പറയാണ്, എത്ര വർഷമാണോ നിൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയത് അതിനെല്ലാം കർത്താവ് പകരം നൽകും. പകരം നൽകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എങ്ങനെയായിരിക്കും വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോയത് കർത്താവ് പകരം നൽകുന്നത്? എൻ്റെ ജീവിതത്തിനകത്ത് എനിക്ക് മനസ്സിലായത് പവർ സമയത്തെ ജയിക്കും എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, സൈക്കിളിൽ പോകുന്ന ഒരു വ്യക്തി 5 കിലോമീറ്റർ താണ്ടുന്നത് ഇത്ര സമയം കൊണ്ടാണ്. എന്നാൽ ബൈക്കിൽ പോകുന്നവൻ ശ്രദ്ധിച്ചാൽ അതിൻ്റെ പകുതി സമയം കൊണ്ട് ചെല്ലുന്നത് കാണാൻ പറ്റും. ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ വലിയ പവറുള്ള BMW അങ്ങനെയൊക്കെയുള്ള വാഹനത്തിനകത്ത് ഏറിയാൽ ആ ബൈക്ക് ചെല്ലുന്ന സ്പീഡിനേക്കാൾ കുറച്ചുകൂടെ വേഗത്തിൽ ചെല്ലാൻ പറ്റും. എന്ന് പറഞ്ഞാൽ 5 കിലോമീറ്ററിന് നടന്നു പോകുന്നവൻ, സൈക്കിളിൽ പോകുന്നവൻ, വലിയ പവറുള്ള വാഹനത്തിൽ പോകുന്നവന് കിലോമീറ്ററിന് മാറ്റമില്ല, പക്ഷെ സമയത്തിന് വ്യത്യാസം വരും. എന്ന് പറഞ്ഞാൽ സമയത്തെ പവർ കൊണ്ട് ജയിക്കാൻ പറ്റും. നിന്റെ വെളിയിൽ ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഈ വചന സന്ദേശം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരമിത ബലം വെളിപ്പെട്ടാൽ വർഷങ്ങളെ നീ തിരിച്ചു പിടിക്കാൻ പോവുകയാണ്. നിന്റെ വെളിയിൽ യഹോവയുടെ കൈ ഏലിയാവിന്റെ വെളിയിൽ വന്നതുപോലെ വന്നാൽ നീ ആഹാബിന്റെ രഥത്തിന് മുമ്പായി ഓടാൻ തുടങ്ങും. ആത്മാവിൽ വിളിച്ചു പറയാം, ഇന്നലകളിൽ നിന്നെ ജയിക്കുമെന്ന് പറഞ്ഞ, ഇന്നലകളിൽ നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ ചില വിഷയത്തിന്റെ മുകളിലോട്ട് കയറുവാൻ ദൈവശക്തി വചന സന്ദേശം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വെളിപ്പെട്ട് വരികയാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നഷ്ടങ്ങളെ തിരിച്ചു പിടിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ ശക്തി നിന്റെ അതിരുകളെ വിശാലമാക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അതിരുകളെ വിശാലമാക്കുന്നത് പോലെ നിങ്ങൾ യെരൂശലേമിൽ നിന്ന് യഹൂദയിലേക്കും യഹൂദയിൽ നിന്ന് ശമരിയയിലേക്കും പോകാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവശക്തി നിന്റെ അതിരുകളെ തുറക്കാൻ പോവുകയാണ്. നിനക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നത് മുഴുവൻ എൻ്റെ ദൈവം പകരം നൽകാൻ പോകുന്നു. ഉണരാൻ പറ്റുന്നവരുണ്ടോ? എഴുന്നേക്കാൻ പറ്റുന്നവരുണ്ടോ? ഇതാ ദൈവത്തിന്റെ അഭിഷേകം, ദൈവത്തിന്റെ ശക്തി നിന്റെ മേളിൽ വെളിപ്പെടുകയാണ്. ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായി ദൈവം തിരഞ്ഞെടുത്ത ശൗലിന്റെ മേളിൽ വെളിപ്പെട്ട പ്രവചനം പോലെ ഞാൻ ചിലവരെ നോക്കി പ്രവചിക്കുകയാണ്. യഹോവയുടെ ആത്മാവ് നിങ്ങളുടെ മേളിൽ ശക്തിയോടെ വന്നാൽ ചിലവരെ നോക്കി ആ വചനം പറഞ്ഞ് പ്രവചിക്കുകയാണ്. 1 ശമൂവേൽ 10-ാം അധ്യായം 6-ാമത്തെ വാക്യം, യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോടുകൂടെ പ്രവചിക്കുകയും ആൾ മാറിയവനെ പോലെ ആയിത്തീരുകയും ചെയ്യും. വിശ്വസിക്കാൻ പറ്റുമോ? ഇന്നലകളിൽ തകർന്ന, ഇന്നലകളിൽ തീരുമെന്ന് പറഞ്ഞ ചിലവര് ഇപ്പോൾ ശിംശോന്റെ മേളിൽ ആത്മാവ് ഇറങ്ങിയപ്പോൾ അവൻ കുന്നൊന്ന് കുന്ന് 2 എന്നതുപോലെ തൻ്റെ വാഗ്ദത്തങ്ങളെ അവകാശമാക്കിയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തെ ദൈവം തൊടാൻ പോകുന്ന സമയമാണ്. അങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ട് പറയണം, നഷ്ടപ്പെട്ട സംവത്സരങ്ങൾക്ക് ദൈവം പകരം നൽകാൻ പോവുകയാണ്. നിങ്ങൾ നോക്കേ, യോബിന്റെ ജീവിതത്തിനകത്ത് എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കാറ്റ് വന്ന് എല്ലാം കൊണ്ടുപോയതായിട്ട് കാണുന്നു. പക്ഷേ യോബ് ദൈവത്തെ വിട്ടുമാറാൻ നിൽക്കുമ്പോൾ ദൈവം യോബിന് വേണ്ടി വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ നന്മ നാം തിരിച്ചറിയണ്ടേ. നമുക്ക് ആദ്യത്തെ ചിന്തയിലേക്ക് വരികയാണ്, ശത്രു നിന്റെ ജീവിതത്തിനകത്ത് എന്തെല്ലാം കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ദൈവം അത് ഇരട്ടിയായി മടക്കി തരും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചോ. ഇയ്യോബിന്റെ ദൈവം എൻ്റെ ദൈവമാണ്. ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം, ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട വചനം എത്ര പേർ സ്വീകരിക്കും? യോബിന്റെ ജീവിതത്തിനകത്ത് ശത്രുവായ പിശാച് എല്ലാം കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ഞാനും നിങ്ങൾ നോക്കുമ്പോൾ ഇതാ യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി അവരോട് വിരോധം വയ്ക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യോബിന്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും ദൈവം അവന് ഇരട്ടിയായി കൊടുത്തു. ഒന്ന് കര ഉയർത്തിപ്പിടിച്ച് പറയാമോ? എൻ്റെ ജീവിതത്തിനകത്ത് ശത്രു കൊണ്ടുപോയത് എൻ്റെ ആരോഗ്യമാകാം, എൻ്റെ സമ്പത്താകാം, എൻ്റെ കുടുംബത്തിൻ്റെ നന്മകളാകാം, എൻ്റെ വർഷങ്ങളാകാം. ശത്രു കൊണ്ടുപോയതിനകത്ത് ഇതാ എൻ്റെ ദൈവം ഇരട്ടിയായി മടക്കി തരാൻ പോകുക. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നെ കർത്താവ് കാണിക്കുന്നത്, ചിലവരെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി ജോലി ചെയ്യാൻ പോലും പറ്റാതെ ഭാരപ്പെടുന്ന ഒരു വ്യക്തി എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ വ്യക്തിയോട് പരിശുദ്ധാത്മാ പറയുന്നു, ഇരട്ടി കാഴ്ച തരാൻ, നിന്റെ ജീവിതത്തിനകത്ത് നന്മയെ തുറക്കാൻ ദൈവത്തിന് കഴിയും. ഇപ്പോൾ അതിനെ സ്വീകരിക്കണം. ശത്രു കൊണ്ടുപോയതോ ശത്രുവിനെ ഭയപ്പെടാതെ ദൈവത്തിൽ ഉറയ്ക്കുക.
നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. എന്നെ കേൾക്കുന്നവരെ, ഞാൻ ഇങ്ങനൊരു പദം വിളിച്ചു പറയട്ടെ, പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തിന്റെ കരത്തെ ചലിപ്പിക്കും കേട്ടോ. ഈ അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ചവന്റെ കരത്തെ ചലിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്ന് ചോദിച്ചാൽ എൻ്റെയും നിങ്ങളുടെ വിശ്വാസത്തിനും പ്രാർത്ഥനയ്ക്കും അത് കഴിയും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പറഞ്ഞാട്ടെ, നഷ്ടപ്പെട്ടത് ഇരട്ടിയായിതാ എൻ്റെ ദൈവം തരാൻ പോവുകയാണ്. അങ്ങനെ ശ്രദ്ധിക്കുന്നതിനോട് ഞാൻ രണ്ടാമത്തെ തലം വിളിച്ചു പറയുകയാണ്. ഒന്നാമത്തെ തലം, പൈശാചിക മണ്ഡലത്തിൽ നീ കളിപ്പിക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, ശത്രു കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ ദൈവം യോബിൻ്റെ ദൈവമാണ്. അവൻ ഇരട്ടി നന്മകൾ നിനക്ക് മടക്കിത്തരും. അതേപോലെ തന്നെ മനുഷ്യനാൽ കളിപ്പിക്കപ്പെടുന്നവരുണ്ട് കേട്ടോ. മനുഷ്യനും പിശാചും ഒരേപോലെ ചേർന്ന ചിലവരെ കളിപ്പിക്കപ്പെടുന്നുണ്ട്. വസ്തുവിൻ്റെ വിൽപ്പനയിൽ അല്ലെങ്കിൽ ലോൺ എടുത്ത് ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി മേഖലകളിൽ കളിപ്പിക്കപ്പെട്ടതുപോലെ, ജോലി നഷ്ടപ്പെട്ടു പോയി, ബിസിനസ് തകർന്നു പോയി, ഇങ്ങനെയൊക്കെ കേൾക്കുന്നതിനുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ ചേർന്ന് ക്ലെയിം ചെയ്യാൻ പറ്റണം. എങ്ങനെയാണ് ക്ലെയിം ചെയ്യുന്നത്? വചനം പറഞ്ഞുകൊണ്ട്, വചനം കേട്ടുകൊണ്ട്, അകത്ത് വിശ്വാസം വ്യാപരിച്ചുകൊണ്ടും, ആ വചനത്തെ കൊണ്ട് പറഞ്ഞുകൊണ്ട്, ഈ വചനത്തിന് മാറ്റമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ നന്മയെ സ്വീകരിക്കാൻ തയ്യാറാകണം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം, മനുഷ്യർ മുഖാന്തരം നഷ്ടപ്പെട്ടു പോയതിനെ, കളിപ്പിക്കപ്പെട്ടു പോയതിനെ ഇപ്പോൾ ഈ വചനം പറഞ്ഞു കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമെങ്കിൽ 4 മടങ്ങ് എൻ്റെ കർത്താവ് മടക്കി തരാൻ തയ്യാറാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിലേക്ക്. സഖായോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഈ വചനം കേൾക്കുമ്പോൾ എത്ര പേർ എൻ്റെ കൂടെ ചേർന്ന് ക്ലെയിം ചെയ്യാൻ പറ്റും? കർത്താവേ, ഈ വചനത്തിന് ജീവനുണ്ടല്ലോ, ഈ വചനം എനിക്ക് വേണ്ടി അയക്കപ്പെടും. എൻ്റെ ജോലിയുടെ നന്മ നഷ്ടപ്പെട്ടു പോയി, അറിയാം, എൻ്റെ ഉയർച്ച, എൻ്റെ പ്രൊമോഷൻ നഷ്ടപ്പെട്ടു പോയി. ചിലവർ അത് തടഞ്ഞു കളഞ്ഞതാണ്. ഇതേപോലെ ആ പൈസ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഇതുവരെ വർഷങ്ങളായിട്ട് തിരിച്ചു തന്നിട്ടില്ല. ഇങ്ങനെയൊക്കെ പറയുന്നതിനുണ്ടെങ്കിൽ ഇപ്പോൾ അതിനെ ക്ലെയിം ചെയ്യണം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ക്ലെയിം ചെയ്യുകയാണ് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി കാണുവാൻ, ദൈവത്തിൻ്റെ വലിയ കരം കാണേണ്ടതിനായിട്ട്. ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സക്കായി യേശുവിനോട് പറയുകയാണ്, ഞാൻ വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കാം. ഒന്ന് വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഭാരപ്പെടാതെ, കർത്താവേ, ഈ വചനത്തിന് ശക്തിയുണ്ട്, 4 മടങ്ങ് തിരിച്ചു കിട്ടണമേ, 4 മടങ്ങ് തിരിച്ചു കിട്ടണമേ. അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, അത് ഇപ്പോൾ വെളിപ്പെടാൻ പോവുകയാണ്. എന്നെ കാണുന്ന ചിലവർക്ക് വേണ്ടി അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി ഇപ്പോൾ സംഭവിക്കുന്നു എന്ന് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കർത്താവേ, ഇവരുടെ മേളിലേക്ക് ചില നന്മകൾ തുറന്നു കൊടുക്കണമേ. നാളുകൾ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത, നാളുകൾ നമ്പറുകൾ ബ്ലോക്ക് ചെയ്ത ചിലവർ ഉറക്കം കിട്ടാതെ അവർ നിങ്ങളെ സ്വപ്നം കണ്ടുകൊണ്ട് അത് തിരിച്ചു മടക്കി തരാൻ പോവുകയാണ്. നമ്മുടെ ദൈവം രാജാവിന്റെ ഹൃദയത്തെ തിരിക്കുന്നവനാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ദാനിയേലിന്റെ ദൈവം രാജാവിന്റെ ഉറക്കത്തെ കെടുത്തുന്നവനാണ്. നിനക്ക് വേണ്ടി ചിലവർ ഉറക്കത്തെ കെടുത്തിക്കൊണ്ട് ഒരത്ഭുതത്തെ ദൈവത്തിന് ചെയ്യാൻ പറ്റും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് ഈ വചനത്തിന്റെ ഒരു ഭാഗം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കായംകുളത്തുനിന്ന് ഒരു ബ്രദർ വന്നു. ഹല്ലേലൂയ. അദ്ദേഹം ഇത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ വിസായിക്ക് കൊടുത്തിട്ട് 4 വർഷമായിട്ട് 2 ലക്ഷം രൂപ കളിപ്പിക്കപ്പെട്ടു പോയ ആ മനുഷ്യൻ കൈ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചു. നിങ്ങൾക്കറിയാമോ, 2-ാമത്തെ ദിവസം സൗദി അറേബ്യയിലുള്ള ആ ഏജന്റ് തനിക്ക് 1.5 ലക്ഷം രൂപ തിരിച്ചയച്ചു കൊടുത്തു. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിലൊന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ജീവിതത്തിനകത്തും നഷ്ടപ്പെട്ടതിനെ ചിലതിനെ ഈ സമയത്ത് ദൈവം മടക്കി തരാൻ പോവുകയാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റും? ദൈവത്തിന് അത്ഭുതങ്ങളെ ചെയ്യാൻ പറ്റും. നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യർ മുഖാന്തരം കളിപ്പിക്കപ്പെട്ടത് 4 മടങ്ങ് എൻ്റെ ദൈവം നിനക്ക് മടക്കി തരാൻ പോവുകയാണ്. അങ്ങനെ ഒന്ന് സ്വീകരിച്ചവർ ഒരുമിച്ചൊന്ന് കർത്താവിന് നന്ദി പറഞ്ഞു. ഇതേ നിലയിൽ തന്നെ അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ്. ദൈവത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് ആ വീട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്കായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആ മതത്തിൽ നിന്ന് വളരെ ഭാരത്തോടായിരിക്കും ഇറങ്ങിയത്. ദൈവത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് വെച്ച് എല്ലാം നഷ്ടമായെന്ന് പറയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടോ? ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നോട് ഒന്ന് പറയാണ്, പാസേ, മാവേലിക്കരയിൽ നിന്ന് 4 സഹോദരങ്ങളുടെ നടുവിൽ നിന്ന് യേശു സത്യദൈവം ഒന്ന് മനസ്സിലാക്കി ഇറങ്ങിയതാ. എൻ്റെ കുടുംബ ഓഹരി എനിക്ക് കിട്ടിയില്ല, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി, ഞാനും എൻ്റെ മകനും ഇന്ന് വളരെ ഭാരത്തിലാണ് ജീവിക്കുന്നത്. എനിക്ക് പ്രയാസമില്ല, കാരണം എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. പാസ്റ്റർ പ്രസംഗിച്ചതുപോലെ അവൻ സകല നന്മയ്ക്കാക്കി തീർക്കും, അവൻ മടക്കി തരുന്നവനാണ്. ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങളുടെ ജീവിതത്തിനകത്തും ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിനകത്തും ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും. ആത്മാവിൽ ഞാൻ പറയട്ടെ, ആ സഹോദരിയുടെ മകൻ ഇന്ന് ഉയർന്ന ജോലിയാണ് ബാംഗ്ലൂരിൽ കിട്ടിയത്. ഏറ്റവും വലിയ സാലറിയിലാണ് അവൻ ജോലി ചെയ്യുന്നത്. ഇന്ന് നഷ്ടങ്ങളെ ലാഭമാക്കുന്ന ഒരു ദൈവത്തെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. സ്വീകരിക്കാൻ പറ്റുമോ? ഈ ദൈവം അസാധാരണമായ ദൈവപ്രവൃത്തിയെ നിനക്ക് വേണ്ടി വെളിപ്പെടുത്തി തരും. നമുക്ക് ഒരുമിച്ച് വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 28, 29, 30 വാക്യങ്ങളിലേക്ക് വരാം. പത്രോസ് അവനോട്, ഇതാ ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. 29-ാമത്തെ വാക്യം, അതിന് യേശു, എൻ്റെ നിമിത്തവും സുവിശേഷ നിമിത്തവും
വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അമ്മയോ അപ്പനെയോ മക്കളെയോ നിലത്തെയോ വിട്ടാൽ, 30-ാമത്തെ വാക്യം, ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടുകൂടെ വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മയപ്പന്മാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെ പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഈ 3 വാക്യങ്ങളുടെ ആഴം നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതാ പത്രോസ് യേശു കർത്താവിനോട് വന്ന് പറയുകയാണ്, ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ഇതിനകത്ത് രക്ഷയുടെ വലിയ ആഴം കാണാൻ പറ്റും. ഞാൻ ഈ ദിവസങ്ങളിൽ ശ്രദ്ധിച്ച ഏറ്റവും വലിയ ആഴമെന്ന് പറയുന്നത്, ചിലവർ കർത്താവിനെ അറിയുന്നുണ്ട്, ചില സഭകളിൽ പോകുന്നുണ്ട്, അവർക്ക് കിട്ടിയ എന്തോ ഒരു വിടുതലിന്, സൗഖ്യത്തിനോ എന്തോ ഒരു വഴി തുറന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പോകുന്നത്. പക്ഷേ വാസ്തവമായിട്ടും അവർ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഒന്നുകൂടെ മത്തായിയുടെ സുവിശേഷത്തിൽ യേശു കർത്താവ് പറയാണ്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും, ദൈവത്തെക്കാൾ വേറൊരു നന്മ എനിക്കില്ല. ആ നിലയിൽ രക്ഷിക്കപ്പെട്ട ജീവിതം സമർപ്പിച്ചവരോട് തമ്പുരാന് പറയാനുണ്ട്, എൻ്റെ നാമനിമിത്തമോ സുവിശേഷം നിമിത്തമോ താഴോട്ടൊരു വലിയ പട്ടികയാണ് കൊടുത്തേക്കുന്നത്. വീടോ സ്വത്തോ സഹോദരനെയോ സഹോദരിമാരെയോ അപ്പനെയോ അമ്മയോ എന്തെങ്കിലും നിങ്ങൾ ഈ ലോകത്തിൽ വെച്ച് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ വചനത്തെ ക്ലെയിം ചെയ്യാൻ എത്ര പേർ തയ്യാറാകും? കാരണം എന്നെ കേൾക്കുന്നവരെ, അനേകരിന്ന് ഭാരപ്പെടുന്നുണ്ട്. കർത്താവിനെ അറിഞ്ഞിട്ട് എങ്ങും എത്തിയില്ലല്ലോ, ഒന്നും ആയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അവരോട് ഞാൻ ദൂത് പറയുകയാണ്, എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ലെങ്കിൽ ഈ ലോകത്തിൽ വെച്ച് തന്നെ നിനക്ക് 100 മടങ്ങ് തരാമെന്ന് പറഞ്ഞു. ഉപദ്രവങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ന് ആ ഭാരപ്പെട്ട് നിൽക്കുന്നവരില്ലേ, ഇന്ന് ആ ഒറ്റപ്പെട്ട് നിൽക്കുന്നില്ലേ, ഇനി എങ്ങനെയെന്നുള്ള ചോദ്യത്തിനകത്ത് നിൽക്കുന്നില്ലേ, നിങ്ങൾ ആ കടന്നു പോകുന്ന ഉപദ്രവത്തിൻ്റെ നടുവിൽ ഈ വചനത്തെ ഒന്ന് ക്ലെയിം ചെയ്തോ, എൻ്റെ ദൈവം നിനക്ക് 100 മടങ്ങ് തരാമോ. അനുഭവസാക്ഷിയായ ഞാനാണ് നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുന്നത്. ഞാൻ ഒത്തിരി വേദന അനുഭവിച്ച ആളാണ്. ഈ സുവിശേഷമായിട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ ചില വർഷങ്ങൾ ബോംബെയിൽ പോയി നിൽക്കേണ്ട അനുഭവങ്ങളുണ്ടായി. അവിടെ തുടങ്ങി ഉയർത്താമെന്ന് പറഞ്ഞവൻ്റെ കര ഞാൻ കണ്ടു. എന്നെ കേൾക്കുന്നവരെ, എൻ്റെ ഭവനത്തിന്, ആ ദേശത്തിനൊക്കെ ഇന്ന് ഞാനൊരു അനുഗ്രഹമാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? ഇന്നലകളിൽ തെളിയ, ഇന്നലകളിൽ തകർത്തിയ അനുഭവത്തിനകത്തുനിന്ന് 100 മടങ്ങ് മടക്കി തരാമെന്ന് പറഞ്ഞ ഒന്ന് ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിനകത്തുനിന്ന്, ആ ജാതീയ മാർഗത്തുനിന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് ദൈവത്തിന് വേണ്ടി ഇറങ്ങി ഇന്നൊരു നിന്ദാപാത്രമായി, ഇന്നൊരു തകർന്ന അനുഭവത്തിനകത്ത് എങ്ങും എത്തിയില്ലെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയുന്നു, നഷ്ടപ്പെട്ടു പോയതിനകത്തുനിന്ന് ഇരട്ടി നന്മകൾ തരുവാൻ, നഷ്ടപ്പെട്ടതിനകത്തുനിന്ന് വലിയ 100 മടങ്ങ് തരുവാൻ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതത്തെ ചെയ്യാൻ പോവുകയാണ്. സൗദി അറേബ്യയിലുള്ള ഒരു ബ്രദർ എന്നോട് പറഞ്ഞത്, ദിവാസനെ, എനിക്ക് ആവേശം തോന്നി, ഞാൻ ഇറങ്ങി സ്നാനപ്പെട്ടു, എൻ്റെ കുടുംബക്കാരോട് ഞാൻ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ചു. ഭാര്യയുടെ വീട്ടുകാർ എന്നേക്കുമായി എന്നെ ബ്ലോക്ക് ചെയ്തു. എന്നെ കേൾക്കുന്നവരെ, എൻ്റെ ഭവനക്കാർ എന്നെ ഒറ്റപ്പെടുത്തി. ഇന്ന് ആരുമില്ലാത്ത അനുഭവത്തിലാണ്. ഞാൻ ഇന്നലകളിൽ അയച്ച പൈസ നഷ്ടമായി, സ്വത്തില്ല, വീടില്ല, ഒന്നുമില്ലാത്ത അനുഭവത്തിലാണ്. മരിച്ചാൽ മതി എന്ന് തോന്നുന്നുണ്ട്. ആ നിലയിൽ അദ്ദേഹം എന്നോട് സംസാരിക്കുമ്പോൾ ഈ വചനം ഞാൻ അദ്ദേഹത്തോട് പറയാൻ തുടങ്ങി. നിങ്ങൾക്കറിയാവോ, അദ്ദേഹത്തിൻ്റെ വൈഫ് ദൈവത്തെ അറിഞ്ഞു. ഇന്നവർ സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കുന്നു. ഇന്നലകളിൽ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിനെല്ലാം ദൈവത്തിന് മടക്കി തരാൻ പറ്റും. ആത്മാവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് കർത്താവ് ഒരു 100 മടങ്ങ് തരാൻ. കാരണം കർത്താവിൻ്റെ നാമത്തിനും സുവിശേഷത്തിനും അത്രയും ശക്തിയുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുക. സുവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ, യേശുവിൻ്റെ ജനനത്തെയും ജീവിതത്തെയും മരണത്തെയും പുനരുത്ഥാനത്തെയും മടങ്ങി വരവിനെ കുറിച്ച് പറയുന്നതാണ്. ഇതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഈ സുവിശേഷത്തിനകത്ത് നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് കടക്കാരനല്ല, ഈ ലോകം കൊണ്ട് തീരുന്നതല്ല ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന സുവിശേഷം എന്ന് പറയുന്നത്. ഞാനും നിങ്ങളും പിതാവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ട ഒരു ദിവസമുണ്ട്. നല്ലവനും വിശ്വസ്ത ദാസനെ എന്നുള്ള വിളി കേൾക്കുവാൻ ഞാനും നിങ്ങളും ഒരുങ്ങാൻ തയ്യാറാകണം പ്രിയരെ. ഈ ലോകം കൊണ്ട് മാത്രം തീരുന്നതല്ല ക്രിസ്ത്യ ജീവിതം. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ ലോകത്തിൽ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും നഷ്ടമാക്കിയാൽ അത് 100 മടങ്ങ് കിട്ടുക മാത്രമല്ല, അവന് നിത്യജീവനെ കൂടെ കൊടുക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് ഒരു ഡിപ്പോസിറ്റ് കൂടെ അധികമായി തരികയാണ്. ഈ ലോകക്കാർക്കില്ലാത്തൊരു പ്രത്യാശ നിന്റെ മേളിൽ പകരുന്നു. എൻ്റെ ജീവിതം ഈ ലോകം കൊണ്ട് ഒതുങ്ങുന്നതല്ല, എനിക്ക് നിത്യജീവനും അവിടെ ഒരു പ്രതിഫലവും എൻ്റെ ദൈവം വെച്ചിരിക്കുകയാണ്. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഈ 3 മേഖലകളെ സ്വീകരിക്കണം. 1, പൈശാചിക ശക്തി അല്ലെങ്കിൽ സാത്താൻ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നഷ്ടപ്പെടുത്തിയത്. 2, മനുഷ്യൻ മുഖാന്തരം നഷ്ടപ്പെട്ടത്. 3, ദൈവത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് വെച്ചപ്പോൾ സുവിശേഷം പ്രതി നഷ്ടങ്ങൾ അനുഭവിച്ചവരുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. നഷ്ടത്തെ അത്ഭുതകരമായി വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോയവർക്ക് പകരം നൽകുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മളൊരു വലിയ ആഴത്തിനകത്തോട്ടാണ് വരുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം ശ്രദ്ധിച്ചാൽ ഈ അധ്യായത്തിൽ 32 വാക്യങ്ങളാണുള്ളത്.
ഇതിനകത്ത് യേശു കർത്താവ് 3 ഉപമകളാണ് പറയുന്നത്. ആ 3 ഉപമകളിലും നഷ്ടപ്പെട്ടതിന് മടക്കി ലഭിക്കുന്നത് കാണാൻ പറ്റും. ഇന്ന് നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടതിന് മടക്കി തരുന്ന ദൈവത്തെക്കുറിച്ചാണ്. ആ നിലയിൽ തന്നെ വിശ്വസിക്കുമ്പോൾ 3 ഉപമകളിൽ ആദ്യത്തെ ഉപമ 7 വാക്യങ്ങൾ കൊണ്ട് തീരുകയാണ്. അത് 100 ആടുകൾ ഉള്ള ഒരിടയന് 1 ആട് നഷ്ടപ്പെട്ടു പോവുകയാണ്. രണ്ടാമത്തത് 10 ധർമ്മയുള്ള ഒരു സ്ത്രീക്ക് 1 ധർമ്മ നഷ്ടപ്പെട്ടു പോവുകയാണ്. എന്ന് പറഞ്ഞാൽ 8, 9, 10 വാക്യങ്ങൾ, 3 വാക്യം മാത്രമാണ് ആ ഉപമയുള്ളത്. എന്നാൽ മൂന്നാമത്തെ ഉപമ എന്ന് പറയുന്നത് 11ാമത്തെ വാക്യം മുതൽ 32ാമത്തെ വാക്യം വരെ 21 വാക്യങ്ങളുള്ള ഉപമ. എൻ്റെ അഭിപ്രായത്തിൽ ബൈബിളിൽ തന്നെ ഏറ്റവും വലിയ ഉപമയായി ഞാൻ കണ്ടിരിക്കുന്ന ഉപമ ഇതാണ്. ഒരു പിതാവിന് 2 മക്കളുള്ളതിൽ ഇളയ മകൻ നഷ്ടപ്പെട്ടു പോവുകയാണ്. എന്നാൽ ഈ 32 വചനങ്ങളുടെയും ആഴം ശ്രദ്ധിച്ചാൽ നഷ്ടപ്പെട്ടത് കൊണ്ട് തീർക്കുന്ന ഒരു ദൈവത്തെയല്ല നമ്മൾ കാണുന്നത്. നഷ്ടപ്പെട്ടതിനെ മടക്കി കൊടുക്കുകയും വലിയ സന്തോഷം വെളിപ്പെടുകയും ചെയ്യുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ തന്നെ ചിലവർ നിങ്ങളുടെ കരം ഉയർത്തിപ്പിടിക്കാൻ പറ്റുമെങ്കിൽ കരം ഉയർത്തിപ്പിടിച്ചിട്ട് പറ, എൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെ, എൻ്റെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വന്നാൽ നഷ്ടപ്പെട്ടതിനെ അവൻ മടക്കി തരും. ആ മടക്കി തരുന്ന മിനിറ്റ് മുതൽ നിന്റെ നീണ്ട നാളുകൾ നിൽക്കുന്ന കണ്ണുനീരങ്ങ് മാറാൻ പോവുക, നിന്റെ നീണ്ട നാളുകൾ നിൽക്കുന്ന വേദനയങ്ങ് മാറാൻ പോവുക. ഇതാ നിന്റെ വിലാപത്തെ അവൻ നൃത്തമാക്കാൻ പോകുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 13ാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ, നയനിലെ വിധവ, അവൾക്ക് ഏകജാതനായിരുന്നു, അവനും നഷ്ടപ്പെട്ട് അവൾ കരഞ്ഞുകൊണ്ട് ഇതാ മുമ്പോട്ട് വരികയാണ്. ആ പട്ടണവാതിൽക്കൽ വരുമ്പോൾ യേശു കർത്താവ് വന്ന് അവളോട് മനസ്സലിഞ്ഞിട്ട് ആ സ്ത്രീയോട് പറയുകയാണ്, നീ കരയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കണ്ണുനീരിനെ തുടയ്ക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ജീവിതത്തിനകത്ത് മകൻ മരിച്ചുപോയി, ഇനി ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സ്ത്രീയുടെ ജീവിതത്തിനകത്ത് ആ നഷ്ടപ്പെട്ടു പോയ മകനെ എൻ്റെ കർത്താവ് മടക്കി കൊടുക്കുകയാണ്. അവളുടെ വിലാപത്തെ നൃത്തമാക്കിക്കൊണ്ട് ആ കൂട്ടം മുഴുവൻ ഇങ്ങോട്ട് വന്നത് കരച്ചിലാണെങ്കിൽ തിരിച്ചങ്ങോട്ട് പോകുന്നത് ആരാധനയിലാണ്, ആർപ്പ് വിളിയിലാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആ കണ്ണുനീരിന്റെ സീസൺ തീരാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ആർപ്പിന്റെ, ഉല്ലാസത്തിന്റെ സീസൺ ഇതാ തുറന്നു വരികയാണ്. എൻ്റെ ദൈവം മടക്കി തരുന്നവനാണ്. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ആദ്യത്തെ ഉപമയിൽ 1 ആട് നഷ്ടപ്പെട്ടു പോകുന്നു. ആ ആടിനെ ആ ഇടയൻ തിരിച്ചു കണ്ടെത്തുകയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് 15ന്റെ 5-6 വാക്യങ്ങളൊന്ന് വേഗത്തിൽ വായിക്കാം. കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി. 6ാമത്തെ വാക്യം, കാണാതെ പോയ എൻ്റെ ആടിനെ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പിൻ എന്ന് അവരോട് പറയും. ഇതാ നഷ്ടപ്പെട്ടു പോയ ഒരാടിനെ തിരിച്ചു കിട്ടുമ്പോൾ ആ തിരിച്ചു കിട്ടിയ ആടിനെ അവൻ ചുമലിലെടുക്കുകയാണ്. ഒരുപക്ഷെ കുഴിയിലായിരിക്കാം, ഒരുപക്ഷെ അത് മുള്ളിൻ്റെ ഇടയിലായിരിക്കാം, ശരീരം മുറിഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ ഇടയന്റെ കയ്യിൽ കിട്ടിയാൽ ഇന്നലകളുടെ വേദനയിലല്ല നടത്താൻ പോകുന്നത്, നിന്നെ ആ തോളിലേൽക്കും. ഞാൻ ആത്മാവിൽ ഒരു പ്രവചന സന്ദേശം നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ഇന്നലത്തെ അവസ്ഥയ്ക്കും അപ്പുറത്തായി നിങ്ങൾക്കൊരു ഉയർച്ച വരാൻ പോവുകയാണ്. കാരണം ഇന്നലകളിൽ നിങ്ങളെ കണ്ടവർ ഇനി ആ നിലയിൽ കാണാൻ പറ്റത്തില്ല. ഉയർന്ന ഒരു അത്ഭുതത്തിലേക്ക് നിങ്ങളെ നടത്താൻ പോകുന്നു. കാരണം താഴ്വരയിലല്ല നീ നിൽക്കുന്നത്, തമ്പുരാന്റെ തോളിലാ എന്ന് പറഞ്ഞാൽ ഈ ദൈവം ഉയർത്തുന്ന ദൈവമാണ്. നഷ്ടത്തിനകത്തുനിന്ന് ഒരു വലിയ ഉയർച്ച ചിലവരുടെ മേലേക്ക് ഇപ്പോൾ വെളിപ്പെട്ട് വരട്ടെ. 2ാമത്തെ ഉപമ എന്ന് പറയുന്നത് 10 ധർമ്മയുള്ള ഒരു സ്ത്രീയാണ് കാണിക്കുന്നത്. അതിനകത്ത് 1 ധർമ്മ നഷ്ടപ്പെട്ടു പോയി. ഇതിനകത്താണ് നമ്മുടെ ആഴം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നഷ്ടപ്പെട്ടതിന് എങ്ങനെ നമുക്ക് മടക്കി ലഭിക്കും? ഇതൊരു വലിയ ആഴമാണ്. ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ അതിന്റെ 8ാമത്തെ വാക്യത്തിലേക്ക്, ലൂക്കോസിന്റെ സുവിശേഷം 15ന്റെ 8ാമത്തെ വാക്യം, അല്ല ഒരു സ്ത്രീക്ക് 10 ധർമ്മ ഉണ്ടെന്നിരിക്കട്ടെ, 1 ധർമ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മതയോടെ അന്വേഷിക്കാതിരിക്കുമോ? ഈ വചനത്തിനകത്ത് നമ്മൾ നിന്ന് 1 മിനിറ്റ് ഒന്ന് ശ്രദ്ധിക്കാൻ പോവുകയാണ്. ഇതാ നഷ്ടപ്പെട്ടു പോയി. അവൾക്ക് 10 ധർമ്മയുണ്ട്, 1 നഷ്ടപ്പെട്ടു പോവുകയാണ്. ആ നഷ്ടപ്പെട്ടു പോയതിനകത്തുനിന്ന് അവൾ എങ്ങനെയാണ് അതിനെ തിരിച്ചു പിടിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്തും ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇത് നിങ്ങൾക്കൊരു ഉണർവായി തീരും. നഷ്ടപ്പെട്ടു പോയതിനകത്ത് ഒന്നാമത് അവൾ ചെയ്തത് വിളക്ക് കത്തിച്ചു. നിങ്ങൾ എത്ര പേർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പറയും, നഷ്ടപ്പെട്ടു പോയതിനകത്ത് ഭാരപ്പെട്ട് ജീവിതം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇരുട്ടിലോട്ട് പോകുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ നഷ്ടപ്പെട്ടതിനകത്തുനിന്ന് വിളക്ക് കത്തിച്ച് ചിലവർ എഴുന്നേൽക്കും കേട്ടോ. വചനത്തെ വിളക്കായിട്ട് നമുക്ക് കാണാം. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ വചനത്തിനകത്ത് ഒന്നുകൂടി നീരുന്ന പ്രാർത്ഥിക്കുന്നവന് വിളക്ക് കത്തും കേട്ടോ. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ദൈവത്തിന് മുമ്പിൽ നിലവിളിക്കുന്നവന് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ഇതാ അവൾ വിളക്ക് കത്തിക്കുകയാണ്. വെളിച്ചം വെളിപ്പെട്ട് കഴിഞ്ഞാൽ
ഒന്നല്ല നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇന്നലകളിൽ നഷ്ടപ്പെട്ടത് ചിലതും കൂടെ നിങ്ങൾ കൈയെത്തിപ്പിടിക്കും. നിങ്ങൾ സ്വീകരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർത്തോട്ട് പറഞ്ഞാട്ടെ, നിങ്ങൾ ആ വെളിച്ചത്തെ വെളിപ്പെടുത്താൻ പോവുകയാണ്. ഒരുമിച്ച് എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ, ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലവരുടെ മേളിൽ ഇപ്പോൾ അവർ തീരുമാനിക്കുന്നു വിളക്ക് കത്തിക്കണം. വെളിച്ചം വെളിപ്പെടുത്താൻ പോവുകയാണ്. ഇന്നലകളിൽ നഷ്ടപ്പെട്ടത് മുഴുവനെ അവർ തിരിച്ചു പിടിക്കാൻ പോകുന്നു. അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരിയെന്ന് എഴുതിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു തീരുമാനത്തോടെ അവൾ പറയാണ്, ഇന്നലത്തെ പോലെ ഞാൻ ജീവിക്കത്തില്ല. ഇന്നു മുതൽ എൻ്റെ തമ്പുരാന് വേണ്ടി ഞാൻ വിശുദ്ധിയോടെ ജീവിക്കാൻ പോവുകയാണ്. ഇന്നലകളിൽ നഷ്ടപ്പെട്ടത് മദ്യപാനത്തിലായിരിക്കാം, ഇന്നലകളിൽ നഷ്ടപ്പെട്ടത് തെറ്റായ ബന്ധങ്ങളിലായിരിക്കാം, ഇന്നലകളിൽ നഷ്ടപ്പെട്ടത് കളിപ്പിക്കപ്പെട്ടു പോയ അനുഭവത്തിനകത്തായിരിക്കും. പക്ഷെ ഇന്നൊരു തീരുമാനം, തമ്പുരാന്റെ വചനം അനുസരിച്ച് തമ്പുരാന്റെ വിളക്കായ വചനത്തിനകത്ത് നിന്നുകൊണ്ട് ഇതാ ഞാനൊരു തീരുമാനമെടുക്കുന്നു. യഹോവ എൻ്റെ ദീപത്തെ കത്തിക്കും, അവൻ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. കാരണം നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശമാണ്. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നീ നിന്നെ തന്നെ ഒന്ന് സമർപ്പിച്ചാൽ തന്നെ ചില വിടുതലുകൾ വെളിപ്പെട്ടു വരും. ഇന്ന് ഇതുവരെയും സംഭവിക്കാത്ത ചില നന്മകൾ തുറന്നു വരാൻ പോവുകയാണ്. അവള് 1 വിളക്ക് കത്തിച്ചു, 2 അടിച്ചു വരുന്ന ആ സമയം മുതൽ തന്നെ നഷ്ടങ്ങൾ ലാഭമായി മാറുകയാണ്. ഒരു ധർമ്മയല്ല കേട്ടോ. ഇന്നലകളിൽ കാണാതെ പോയ ചിലതിനെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ തിരിച്ചെടുക്കാൻ പോവുകയാണ്. എങ്ങനെയാണെന്നറിയോ? 1 വിളക്ക് കത്തിക്കണം, 2 അവൾ അടിച്ചു വാരി. തീരുമാനമാണ്. 3 അവൾ സൂക്ഷ്മതയോടെ ഇന്നു മുതൽ ഒരു ഏകാഗ്രത ഹൃദയത്തോടെ. കാരണം ശത്രുവിൻ്റെ വഴി നമുക്ക് മനസ്സിലാകും കേട്ടോ. ശത്രു എങ്ങനെയാ ചലിക്കുന്നത് നമുക്ക് പിടികിട്ടും. നമ്മൾ കളിപ്പിക്കപ്പെട്ടു പോയത് എങ്ങനെയാണെന്ന് മനസ്സിലാകും. കാരണം നമ്മളൊന്ന് ഉണരുകയാണ്. ഏകാഗ്ര ഹൃദയത്തോടെ അവൾ കണ്ടുകിട്ടുന്നവരെയും സൂക്ഷ്മതയോടെ അന്വേഷിച്ചെന്നാണ് പറയുന്നത്. നിങ്ങൾ എത്ര പേർ ഈ സമയത്തൊന്ന് തീരുമാനമെടുക്കും? നഷ്ടപ്പെട്ടതിനെ ഞാൻ തിരിച്ചു പിടിക്കും. 3-മത്തത് 2 മക്കളുടെ ഉപമയാണ്. അതിനകത്ത് ഇളയവൻ തൻ്റെ അപ്പനോട് കിട്ടാവുന്ന സ്വത്തുക്കളെല്ലാം വാങ്ങി ദൂരത്ത് പോയി അത് നഷ്ടപ്പെടുത്തുന്നത് കാണാൻ പറ്റും. എന്നാൽ അവൻ മടങ്ങി വരുമ്പോൾ ദൂരത്ത് തന്നെ പിതാവ് കണ്ടിട്ട് അവനെ ചുംബിച്ചുകൊണ്ട് അവന് നഷ്ടപ്പെട്ടതിനെ മടക്കി കൊടുക്കുന്നത് കാണാൻ പറ്റും. വലിയൊരു ആനന്ദമാണ് അവിടെ സംഭവിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവന് വിലയുള്ള ഒരു അങ്കി കൊടുക്കുന്നതായിട്ടും തൻ്റെ കയ്യിൽ കിടന്ന അധികാരത്തിൻ്റെ മോതിരം കൈമാറുന്നതൊക്കെ കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ആ ഉപമയുടെ ഏറ്റവും വലിയ ആഴം മനസ്സാന്തരപ്പെട്ട് മടങ്ങി വരിക എന്നുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇന്ന് നഷ്ടപ്പെട്ടതിനകത്ത് ജീവിക്കാതെ ഒന്ന് തിരിച്ചു വരാൻ തയ്യാറാകുക. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾക്കൊന്ന് വിളിക്കണമെന്ന് തോന്നിയാൽ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വിളിക്കണം. ഞാനും കൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. വാട്സാപ്പ് നമ്പറിൽ വിളിച്ചാൽ നിശ്ചയമായും റിപ്ലൈ ചെയ്യും കേട്ടോ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. നിങ്ങൾ വിളിച്ചാൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. അതേപോലെ എന്നെ കേൾക്കുന്നവരെ, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ആയിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് എന്നെ കേൾക്കുന്നവരെ, അത്ഭുതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ ഒരുമിച്ച് പ്രാർത്ഥിക്കണമേ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി കാണുവാനായിട്ട്, ദൈവത്തിൻ്റെ വലിയ കരം കാണുവാനായിട്ട് ഒരുമിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്. എനിക്ക് കുറേ നാൾ ജോലി ഇല്ലാണ്ട് 2022 ഇവിടെ വന്നപ്പോൾ സാറ് പറഞ്ഞു 9 മാസം ജോലി, 9 നിലയുള്ള സ്ഥലത്ത് ജോലി എന്ന് പറഞ്ഞു. അവിടെ ഇപ്പോൾ എനിക്ക് ജോലി കിട്ടിയിട്ട് 2 കൊല്ലം കഴിഞ്ഞു. ഇപ്പോൾ ശരിയായിട്ട് അവിടെ ജോലി കിട്ടി. ഇവിടെ വരുന്നവരെയും ജോലി ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് താൻ പ്രാർത്ഥനയ്ക്ക് നിന്നപ്പോൾ തനിക്ക് കർത്താവ് അത്ഭുതകരമായി നിലനിൽക്കുന്ന ജോലി കൊടുത്തു. ഒന്ന് കര ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരസാധാരണ വിടുതൽ സംഭവിക്കണം. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരണം. ഇന്ന് കാണുന്ന ഓരോ ദൈവമക്കളുടെ ജീവിതത്തിനകത്തും നഷ്ടങ്ങളുടെ മേളിൽ അവർ അത്ഭുതത്തെ കാണാൻ പോവുകയാണ്. വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോയ, ആരോഗ്യം നഷ്ടപ്പെട്ടു പോയ, സമ്പത്ത് നഷ്ടപ്പെട്ടു പോയതിൻ്റെ നടുവിൽ എൻ്റെ ദൈവം ഇവർക്ക് വേണ്ടി പുതിയത് ചെയ്യാൻ പോവുകയാണ്. എന്നെ കാണുന്ന ഓരോ മക്കളെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിനകത്ത് വലിപ്പമുള്ളതൊന്നും തുറക്കട്ടെ. ഇവർ അത്ഭുതം കാണട്ടെ. യേശുവിൻ്റെ നാമത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു. വിടുതലേക്ക് വരട്ടെ. സ്വർഗ്ഗം അത് ചെയ്തതിനായി നന്ദി. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, പ്രാർത്ഥന വിഷയമായിട്ട് നിങ്ങൾ വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിച്ച് വാട്സാപ്പിൽ വിളിച്ചാൽ ഞാൻ തന്നെ നിങ്ങൾക്ക് നിശ്ചയമായും റിപ്ലൈ ചെയ്യും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. കഥാവ് നിങ്ങളെ ആധിക്യത്തിൽ മാനിക്കട്ടെ. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.